2 പ്രാവശ്യം സ്റ്റേറ്റിൻ്റെ അവാർഡ് കിട്ടിയതാണ് ബെസ്റ്റ് വില്ലേജ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. അതിനർത്ഥം മറ്റു പലരും, അർഹതപ്പെട്ട പലരും ഉണ്ട്, ഇനിയും എല്ലാവരെയും ക്ഷണിക്കാൻ സാധിക്കാത്തതുകൊണ്ടും ഈ 3 പേരെ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 3 പേരെ ഞങ്ങൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി വ്യത്യസ്തത കൊണ്ട് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്, പ്രത്യേകതകൾ കൊണ്ട് പ്രത്യേകത ഉള്ള ഒരു വ്യക്തിയാണ്. ആശയങ്ങൾ കൊണ്ട്, പ്രവർത്തനമായി മികവ് കൊണ്ട്, മറ്റ് എല്ലാം ഔന്നത്യങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തി. എന്നാൽ സ്വഭാവം കൊണ്ടും വിനയം കൊണ്ടും സൗഹൃദത്തിൻ്റെ ആഴങ്ങൾ കൊണ്ടും വളരെ വിനയാന്വിതനായ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കൃഷ്ണൻ ജി നായർ എന്ന നമ്മുടെ ഈ ഇവിടുത്തെ മുഖ്യ അതിഥിയാണ്. അദ്ദേഹം അടുത്ത 26-27 വർഷത്തിലെ നമ്മളെ നയിക്കാൻ പോകുന്ന ഗവർണർ കൂടിയാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ ഇത്രയും തിരക്കിട്ട ജോലിയിൽ ഇന്ന് വേറൊരു ദൗത്യമുള്ളത് മാറ്റി വച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അത് ഞങ്ങളോടുള്ള ചേർത്തല ടൗൺ റോട്ടറി ക്ലബിനോടുള്ള വളരെ സൗഹൃദപരമായ സമീപനമായി കരുതിക്കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. It is a very good thing that they decided to call you. അവർ ഒരുപാട് സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഈ ക്ലബിൽ I have got so many people here, but I would first like to congratulate Rotarian Cyrus, Rotarian Tommy Joseph, Rotarian Sanjeev Kaur Jeldi, charter members after 34 years. 34 years you are still here, which means that you believe what Rotary is. That is something great. കാരണം ഇവിടെ പല ഫ്രണ്ട്സും ഉണ്ട്, എല്ലാവരെയും പേര് ഞാൻ പറയുന്ന ഇതെല്ലാം OG എഡ്വേർഡ് ഉണ്ട്, വിനോദ് കുമാർ ഉണ്ട്, ഹർഷകുമാർ വക്കീലിനെ കണ്ടില്ല, വന്നിട്ടുണ്ടോ എന്നറിയില്ല. പിന്നെ സൈറസ് I already mentioned, Dr. Venugopal, thank you. I think this is the first time somebody introduced me in a very different way, and he made it so short. It was really good instead of just reading. And എനിക്ക് തോന്നുമ്പോൾ ന്യൂസ് റീഡേഴ്സിനെ പോലും പലർക്കും ഇത്രയും മനസ്സിൽ വെച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. That is what struck me. ഏതെങ്കിലും പാട്ടുകളുണ്ട് രാഗത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാ വികാരങ്ങളിലുള്ള പല പല രാഗങ്ങളുണ്ട്, അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അവർ കേൾപ്പിക്കുമ്പോൾ ഇത് ഒന്നുമില്ല, ഇത് പഴയ കേട്ടിട്ടുള്ള ഒരു പാട്ട് പോലെ ഇരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും പാട്ടുകൾ എടുത്തിട്ട് അതിൻ്റെ ഇൻസ്പിറേഷനിൽ ചെയ്യും. അങ്ങനെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ്. കമ്പോസിങ്ങിൽ ഇരിക്കുന്നു മദ്രാസിലൊരു സ്റ്റുഡിയോയിൽ. കമ്പോസിങ്ങിൽ ഇരിക്കാൻ നേരത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്ന് തുടങ്ങി. എനിക്കാണെങ്കിൽ കമ്പോസ് ചെയ്തിട്ടൊന്നും ആയിട്ടില്ല എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കും. ഉച്ചഭക്ഷണം ഉറക്കമൊന്നും വന്നില്ല, തലേദിവസം ലേറ്റായിട്ട് കിടന്നെങ്കിൽ പോലും ഉറക്കം വന്നില്ല. അപ്പോൾ അവിടുത്തെ റേഡിയോയിൽ നിന്ന് ചന്ദാ ഹേ ചന്ദ എന്നുള്ള ഹിന്ദി പാട്ട് വന്നിട്ടുണ്ട്. അത് കുറച്ച് പറഞ്ഞാൽ കേട്ടിയപ്പോൾ തോന്നി ഈ ചന്തമ കയറി പിടിക്കുക, എന്നിട്ടത് ചെയ്തു നോക്കാൻ കരുതി. അപ്പോൾ അതിൽ തുടങ്ങി. പിന്നെ മുന്നോട്ട് പുറകോട്ട് പോകണ്ടേ, പറഞ്ഞോടത്ത് ഇത് താഴ്ത്തോട്ടാക്കാം. ഞാനൊക്കെ ചെയ്യുന്ന തട്ടിപ്പിനെ പറ്റി പറഞ്ഞു തരുന്നില്ല, ഞാൻ ഓരോരുത്തരും പറയാറില്ല. ഇതല്ല ഏതെങ്കിലും പാട്ടുകളുണ്ട് രാഗത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാ വികാരങ്ങളിലുള്ള പല പല രാഗങ്ങളുണ്ട്, അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അവർ കേൾപ്പിക്കുമ്പോൾ ഇത് ഒന്നുമില്ല, ഇത് പഴയ കേട്ടിട്ടുള്ള ഒരു പാട്ട് പോലെ ഇരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും പാട്ടുകൾ എടുത്തിട്ട് അതിൻ്റെ ഇൻസ്പിറേഷനിൽ ചെയ്യും. അങ്ങനെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ്. കമ്പോസിങ്ങിൽ ഇരിക്കുന്നു മദ്രാസിലൊരു സ്റ്റുഡിയോയിൽ. കമ്പോസിങ്ങിൽ ഇരിക്കാൻ നേരത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്ന് തുടങ്ങി. എനിക്കാണെങ്കിൽ കമ്പോസ് ചെയ്തിട്ടൊന്നും ആയിട്ടില്ല എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കും. ഉച്ചഭക്ഷണം ഉറക്കമൊന്നും വന്നില്ല, തലേദിവസം ലേറ്റായിട്ട് കിടന്നെങ്കിൽ പോലും ഉറക്കം വന്നില്ല. അപ്പോൾ അവിടുത്തെ റേഡിയോയിൽ നിന്ന് ചന്ദാ ഹേ ചന്ദ എന്നുള്ള ഹിന്ദി പാട്ട് വന്നിട്ടുണ്ട്.
അത് കുറച്ച് പറഞ്ഞ കെട്ടിയപ്പോൾ തോന്നി ഈ ചന്തമ്മ കയറി പിടിക്കാം, എന്നിട്ട് അത് ചെയ്തു നോക്കാൻ കരുതി. അപ്പോൾ അതിൽ തുടങ്ങി. പിന്നെ മുന്നോട്ട് പുറകോട്ടും പോണ്ടേ. ഒരിടത്ത് ഇത് ചാൽക്കൊറ്റാക്കാം. ഞാനൊക്കെ ചെയ്യുന്ന തട്ടിപ്പിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി ഞാൻ ഒരിടത്തും പറയാറില്ല. മഹത്തായ അവാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ മേടിക്കാൻ പറ്റിയ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സാറ് പറഞ്ഞതൊക്കെ വെറുതെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ തട്ടിപ്പുകൾക്കാണ് എനിക്ക് കിട്ടിയേക്കുന്ന അംഗീകാരം. നല്ല മനുഷ്യർക്ക് മേടിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ മേടിക്കുന്ന അവാർഡ് ഈ തട്ടിപ്പുകാരനും കൂടി തന്നേക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതുപോലെ പല തട്ടിപ്പും ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി നിങ്ങളോട് പറയാൻ പാടില്ല. അതിൽ ഒരു തട്ടിപ്പ് വേറെ മാർഗമില്ല പറഞ്ഞു തീർക്കാനായിട്ട്. നാലും ഒക്കെ പറയണമെന്ന് അത് 4 മിനിറ്റാണ്. ബെല്ലടിക്കുമെന്ന് പറഞ്ഞു തീർക്കാൻ വേണം. വേറെ ചിന്തിക്കാനും നേരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ തട്ടിപ്പിന് കിട്ടിയ അംഗീകാരത്തിന് വളരെ നന്ദി, സന്തോഷം. നിങ്ങളെ